ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ എൽഡിഎഫ് സർക്കാരിനെ പ്രശംസിച്ച എൻഎസ്എസും വിമർശിച്ച എസ്എൻഡിപിയും എൻഎസ്എസിന് സമദൂര നിലപാടാണെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കി. ദേവസ്വം ബോർഡിൽ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള എൽഡിഎഫ് സർക്കാർ തീരുമാനത്തിന് സുകുമാരൻ നായർ നന്ദി പറഞ്ഞപ്പോൾ രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി രാഷ്ട്രീയ നിലപാട് വീണ്ടും ആവർത്തിച്ചത്. സമദൂര നിലപാട് തന്നെയാണ് എന്നും എൻഎസ്എസിന്റേത്. മുൻ യുഡിഎഫ് സർക്കാരിനെയും ഇപ്പോഴത്തെ എൽഡിഎഫ് സർക്കാരിനെയും സുകുമാരൻ നായർ പ്രശംസിച്ചു. എതിർപ്പുകൾ അവഗണിച്ച് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയത് എൽഡിഎഫിന്റെ ഇച്ഛാശക്തി കൊണ്ടാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. എൻഎസ്എസ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ മതത്തിനോ സമുദായത്തിനോ എതിരാണെന്നോ പ്രത്യേകിച്ച് ആരോടെങ്കിലും അടുപ്പമുണ്ടെന്നോ അർത്ഥമില്ല. ബിജെപിയെയോ കേന്ദ്ര സർക്കാരിനെയോ കുറിച്ച് സുകുമാരൻ നായരുടെ പ്രസംഗത്തിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ എൽഡിഎഫ് സർക്കാരിന്റെ സംവരണ നയത്തെ രൂക്ഷമായി വിമർശിച്ച വെള്ളാപ്പള്ളി നടേശൻ മുന്നോക്ക സമുദായത്തെ കബളിപ്പിക്കാനാണ് സാമ്പത്തിക സംവരണം പ്രഖ്യാപിച്ചതെന്നും പറഞ്ഞു. പിന്നോക്കം സംവരണ നയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റിന്റെ നയത്തോട് ഞാൻ യോജിക്കാൻ സാധിക്കില്ല. സാമ്പത്തിക നയം അല്ല, സാമുദായിക സംവരണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എസ്എൻഡിപി യോഗം ഉൾപ്പെടെയുള്ള കേരളത്തിൽ 75% വരുന്ന സംവരണ സമുദായങ്ങളാണ്. ആ സംവരണ സമുദായങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ സവർണ സമുദായം 25% വരുന്ന സവർണ സമുദായങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തികൾ ആര് വന്നാലും അതിനെ എതിർക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. എസ്എൻഡിപിയുടെ ചെങ്ങന്നൂർ നിലപാട് ഇന്ന് തീരുമാനിച്ച് 23-ന് ചേർത്തലയിൽ പ്രഖ്യാപിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം.